ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മൂന്നുപേരുടെ കല്യാണം സാന്ത്വനം ഫിനിഷ് ആവുന്നതിനും അല്ലെ സാന്ത്വനം നടക്കുമ്പോഴായിരുന്നു ആദ്യം എൻ്റെ. അത് കഴിഞ്ഞിട്ട് പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ കല്യാണം ലാസ്റ്റ് ലാൻഡപ്പ് ആയപ്പോൾ പെണ്ണ് കിട്ടുന്നില്ല. അതെ, പെണ്ണ് കിട്ടുന്നില്ല. മാറ്റി ചാളി അടിച്ച് കണ്ണൻ സ്വന്തമായിട്ട് അവന് നന്മയുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ട് വന്നു. അവരെപ്പോഴും പറയായിരുന്നു ചേഞ്ച് വേണം, ചേഞ്ച് വേണം. എല്ലാവരും മണ്ടത്തരങ്ങൾ പറയുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ കണ്ണൻ അങ്ങനെയൊക്കെയാണ്. ചേഞ്ച് വേണം, ഇത്രയും ചേഞ്ച് വേണം ഒട്ടും പ്രതീക്ഷിച്ചില്ല ആൾക്കാരുടെ. അതായത് ചേഞ്ച് എന്ന് വെച്ചാൽ മണ്ട എന്ന് വിളിച്ചിട്ടുള്ള ആൾക്കാർ ഭയങ്കര മെച്ചുവേർഡായിട്ടാണ് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അദ്ദേഹം ചെയ്ത. പക്ഷെ നമുക്ക് സാന്ത്വനത്തിൽ ഇപ്പം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടും നമ്മള് ഇനി നെക്സ്റ്റ് വരുന്നതിലും ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ സാന്ത്വനം എന്ന് പറയുന്നത് ഒരു ടീമിന്റെ മാത്രമല്ല, മൊത്തം ജനങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി വിജയിച്ചു. കാരണം ലാസ്റ്റ് കഴിയുമ്പോഴും നമ്മുടെ സാന്ത്വനമായിരുന്നു റേറ്റിംഗിൽ ഫസ്റ്റ്. നമ്മളെ സംബന്ധിച്ച് മോസ്റ്റ് ഒരു വിധം എല്ലാ സമയത്തും ആ റേറ്റിംഗിന്റെ സ്ഥാനത്ത് ഈ ഒരു അവസരത്തിൽ പറയാം, ഏറ്റവും ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഞങ്ങളുടെ സാധനം. അതോടൊപ്പം തന്നെ നമ്മുടെ കൈലാസേട്ടൻ അദ്ദേഹം 2 വേർപാടുകൾ ഞങ്ങൾക്കുണ്ടായി. അത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. എന്നാലും അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ഒന്നിച്ച് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാസ്റ്റിംഗ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും. എല്ലാവരും പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് തന്നെയാണ് പറയുന്നത്. അതെ, ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ പ്രൊഡ്യൂസറിനോ നമ്മൾ വെച്ച് ഈ ടീം വെച്ചിട്ട് തന്നെ പുതിയ പ്രൊജക്റ്റിന് താല്പര്യം ഞങ്ങൾക്ക് ഒരു വിരോധമല്ല. ഇതിന്റെ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ അതിന് നമ്മുടെ ടീം എന്താണ് അല്ലേ ഈ ഒരു റേറ്റിംഗിൽ പൊയ്ക്കൊണ്ടിരുന്ന സീരിയൽ എന്തുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തണമെന്നുള്ളത്? ഓൾറെഡി ഞങ്ങൾ ഒരു 1000 എപ്പിസോഡിലൊക്കെ ആ പ്രൊഡക്ഷൻ അങ്ങനെയാണ്. അവർ 1000 എപ്പിസോഡിൽ അവരുടെ പ്രൊജക്റ്റ് കഴിയും. കാരണം ഒരു ഏറ്റവും ഭംഗിയുള്ള സമയത്ത് ഒരു കാര്യം നിങ്ങൾ കണ്ട് കൊതി തീരണതിന് മുമ്പ് പോകണമല്ലേ നല്ലത്. നിങ്ങൾ പക്ഷേ ആദിത്യ സാർ എപ്പോഴും പറയായിരുന്നു 1000 എപ്പിസോഡിലാണ് ഇവരുടെ രജിസ്റ്റാർ ചിപ്പി ചേച്ചിയുടെ എല്ലാ പ്രൊജക്റ്റും അങ്ങനെയാണ് കംപ്ലീറ്റ് ആവാറ്. ആദിത്യ സാർ പറയുന്നു ഈ സാന്ത്വനം കുറച്ചും കൂടെ കൊണ്ടുപോകണം, 1000 കുറച്ചും കൂടെ പോകണമെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത്. പക്ഷെ അത് ഏകദേശം അദ്ദേഹം മരണത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അല്ല, നമ്മുടെ സീരിയൽ സ്റ്റാർട്ടിങ്ങില് ഈ ബ്രദേഴ്സ് അങ്ങനെയാണല്ലോ തുടങ്ങിയത്. അതുകൊണ്ടാണ് എൻഡിലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അതിന്റെ ലാസ്റ്റ് വരെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ക്ലൈമാക്സിൽ ഇല്ലെന്നല്ലേ. പ്രധാനമായിട്ട് ഈ സീരിയലിലെ എല്ലാ സീനുകളും എന്ന് പറഞ്ഞ പോലെ ഒരുവിധം എല്ലാ സീനുകളും പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ള സീനുകളാണ്. അപ്പോൾ അതിൽ ചെറിയൊരു വേഷം ചെയ്യാൻ വന്നിട്ടുള്ള ആളുകളാണ് ഇന്ന് ജനങ്ങൾക്കിടയിൽ സുപരിചിതമായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വല്ലപ്പോഴും വന്നു എൻ്റെ ഒരു ക്യാരക്ടറിന് പോലും ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീരിയലിൻ്റെ ഒരു കോംബോ വളരെ നല്ലൊരു കോംബോ ആയിരിക്കും. ഇനിയും അതുപോലെയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് ചെയ്യാൻ ഇനിയും പേരായിട്ട് അഭിനയിക്കുന്ന ചേട്ടൻ പറഞ്ഞത് നോക്കാം. അപ്പോൾ നന്ദി.